ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജോസ് എഡ്യൂവേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് EDU 08 ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവാലുവേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഇവാലുവേഷൻ? എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മൂല്യത്തെ വിലയിരുത്തുന്നതാണെന്ത് മൂല്യനിർണ്ണയം അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടുന്ന ക്വാളിറ്റീസ്, ഗുണങ്ങൾ നമുക്കുണ്ടോ എന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം നടത്തുന്നത്. അപ്പോൾ ഈ ഇവാലുവേഷനിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ടൈപ്പാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് സംരചന മൂല്യനിർണ്ണയം എന്നതാണ്. അപ്പം ഇതെന്താണ് നമുക്ക് നോക്കാം. പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിരന്തരമായ മൂല്യനിർണ്ണയം നടത്തുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലാസ്സിലെ ടീച്ചർ ഒരു കോൺസെപ്റ്റ് എടുക്കുകയാണ്. ആ കോൺസെപ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുട്ടികൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് എങ്കിൽ അത് ഏത് തരം ഇവാലുവേഷനാണ്? ഫോർമേറ്റീവ് ഇവാലുവേഷനാണെന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള ഇവാലുവേഷൻ മെത്തേഡാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് അറ്റ് എ സെയിം ടൈം സ്റ്റുഡൻറ്റിനും അതുപോലെ ടീച്ചറിനും യൂസ്ഫുള്ളാണ്. ഒരു കുട്ടിക്ക് ഒരു കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായോ ഇല്ലയോ എന്ന് അവന് തന്നെ സ്വയം വിലയിരുത്തുന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചറിന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ തൻ്റെ ബോധന രീതിയിൽ, ടീച്ചിങ് മെത്തേഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ ഇല്ലയോ എന്ന് ടീച്ചർക്ക് മനസ്സിലാവുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് കുട്ടികളിലേക്ക് മുഴുവനായിട്ട് അടിച്ചേൽപ്പിക്കുകയാണോ? അല്ല. അപ്പോൾ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റാറുണ്ട്. അപ്പം ഈ ചെറിയ ചെറിയ പാർട്ടുകളാക്കി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡായിരിക്കും? ഫോർമേറ്റീവ് ഇവാലുവേഷൻ മെത്തേഡായിരിക്കും. അപ്പം ഫോർമേറ്റീവ് ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. കണ്ടിന്യൂസ് ആണ്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കും ലഭിക്കുന്ന ഒന്നാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ആത്യന്തിക മൂല്യനിർണ്ണയം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് എപ്പോഴാണ് നടത്തുന്നത്? ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററൊക്കെ പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പഠിപ്പിച്ച് തീരുമ്പോൾ, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോൾ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ ശ്രമിക്കുന്നത്? ഒരു കുട്ടിയുടെ മുഴുവനായിട്ടുള്ള അവൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അവൻ്റെ പ്രകടനത്തെയാണ് ഇതിലൂടെ വിലയിരുത്തുന്നത്. അപ്പോൾ ആ വിലയിരുത്തലിൻ്റെ ഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രേഡുകളായിരിക്കാം, മാർക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തെ പ്രമോഷനായിരിക്കാം, പ്ലേസ്മെൻ്റ് ആയിരിക്കാം, പ്രഡിക്ഷൻ ആയിരിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. നമ്മൾ ഈ സമ്മേറ്റീവ് ഇവാലുവേഷൻ മെത്തേഡാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂൾ യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ പഠിക്കുന്ന കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ തന്നെ ഏത് ഇവാലുവേഷൻ മെത്തേഡാണ്? നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്യന്തിക മൂല്യനിർണ്ണയ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഓരോ സ്റ്റേജ് ബേസ് ആയിട്ട്, ഓരോ ഘട്ടമായിട്ടായിരിക്കും ഇവിടെ ഇവാലുവേഷൻ നടക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഫോർമേറ്റീവും അതുപോലെ സമ്മേറ്റീവുമായിട്ടുള്ള ഈ 2 ഇവാലുവേഷൻ മെത്തേഡ്സും ഏതൊക്കെയാണ്? സംരചനാ മൂല്യനിർണ്ണയവും ആത്യന്തിക മൂല്യനിർണ്ണയവും ഒരുപോലെ തന്നെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു കുട്ടിയെ പൂർണ്ണമായിട്ടും അവൻ്റെ അക്കാഡമിക്കായിട്ടും മറ്റുമുള്ള കാര്യങ്ങളെ വിലയിരുത്താനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 2 തരം ഇവാലുവേഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ്. സംരചനാ മൂല്യനിർണ്ണയം, അതുപോലെ ആത്യന്തിക മൂല്യനിർണ്ണയം. ഈ 2 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.